ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ തറവാട്ടമ്പലത്തേക്ക് പോവാണ്. മാസത്തിൽ ഒരു തവണയാണ് നട തുറന്നിട്ടുള്ള പൂജ. അപ്പോൾ ഇന്നാണ് ആ ദിവസം. എല്ലാവരും ജോലി തിരക്കിലും ഓരോ സ്ഥലത്തും ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പൂജകളിലൊക്കെയാണ് നമ്മളൊന്ന് കൂടുന്നതും എല്ലാവരും കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ആട്ടുമഹോത്സവം അല്ലാണ്ട് നമ്മൾ പൂജയ്ക്ക് 4 പേരും ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും വരും കേട്ടോ. എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വരും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന സുഖം സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ എവിടെ പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ ആദ്യം കൂടെ വരിക. സാധാരണ നമ്മൾ അമ്പലത്തിലോട്ട് വരുമ്പോൾ ഒന്നും കഴിക്കാണ്ട് വെറും വയറ്റിലാണ് വരിക. അപ്പോഴാണ് ഇത് ഈ പായസം. ഇതിന് ഞങ്ങൾ പ്രസാദമൊന്നും കഠിന പായസം ഒന്നും ഒക്കെ. ഈ പ്രസാദത്തിലെ മാസ്റ്റർ പീസാണ് നമ്മുടെ പഴവും മുന്തിരിയും. പിന്നെ പൂജയ്ക്ക് ഭഗവതിക്ക് ചാർത്തിയ മുല്ലപ്പൂ കിട്ടിയിട്ടോ. ഈ മുല്ലപ്പൂ കാത്ത് വീട്ടിലൊരാൾ ഇരിക്കുന്നുണ്ട്. അതാരാന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഇന്നലെ വാങ്ങിയ ഒരു ചെരുപ്പ് മാറി ആരോ ഇട്ട് പോയെന്നും പറഞ്ഞ് അതിൻ്റെ സങ്കടത്തിലാണ് കേട്ടോ എൻ്റെ ചേച്ചിയമ്മ. ഇതാണ് ഞാൻ പറഞ്ഞ പൂവ് കാത്തിരിക്കുന്ന കുട്ടി. പൂവും പ്രസാദവും കൊടുത്തപ്പോൾ ആൾ നല്ല ഹാപ്പിയായി. പിന്നെ രാവിലെ നീക്കാൻ കുറച്ച് മടിയുള്ളതുകൊണ്ടാണ് കുട്ടി അമ്പലത്തേക്ക് വരാണ്ടിരുന്നത് കേട്ടോ. രാവിലെ നീച്ചതിൻ്റെ ഒരു ഉറക്കപ്പീച്ച് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ബൈ ബൈ.